നമസ്കാരം. ഇന്ന് വി ലവ് സിനിമ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പോലെ താരരാജാക്കന്മാരായി അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളായി ഉയർന്നുവരും എന്ന് പ്രതീക്ഷിക്കുകയും പിന്നീട് സ്ഥിരം വേഷങ്ങളിലൂടെ ടൈപ്പായി പോവുകയും അവരുടെ താരമൂല്യം ഉയർത്താൻ കഴിയാതെ സഹനടന്മാരായി ഒതുങ്ങിപ്പോവുകയും ചെയ്ത ഒരു കൂട്ടം താരങ്ങളെക്കുറിച്ചാണ്. മലയാള സിനിമയിൽ സൂപ്പർ താരങ്ങളാകേണ്ടവർ. പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മലയാള സിനിമയിൽ താരരാജാക്കന്മാരായി വാഴുന്നവരെ നമ്മൾ ഓർക്കും. ചിലരൊക്കെ ജീവിതത്തിന്റെ തിരശ്ശീലയിൽ നിന്ന് മടങ്ങിയെങ്കിലും അവരെ ഇന്നും നമ്മൾ ഓർക്കുന്നു. വാണവരെ ഓർക്കുകയും വീണവരെ മറന്നുപോവുകയും ചെയ്യുന്നതാണല്ലോ മനുഷ്യ സഹജമായ സ്വഭാവം. അത്തരത്തിൽ മലയാള സിനിമയിൽ താരമൂല്യം ഉറപ്പിക്കാൻ കഴിയാതെ പോയ നമ്മൾ ഒരുപക്ഷെ താരരാജാക്കന്മാർ ആവും എന്ന് അല്ലെങ്കിൽ നായക നടന്മാരാവും എന്ന് കരുതിയ കുറച്ച് നടന്മാരെ കുറിച്ചാണ് ഞങ്ങൾ ഈ എപ്പിസോഡിൽ നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിക്കുന്നത്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് ശങ്കർ. അതെ, ശങ്കർ പണിക്കർ എന്ന ശങ്കർ. ഒരു തലൈ രാഗം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെയാണ് ശങ്കറിന്റെ സിനിമയിൽ അരങ്ങേറ്റം. 1980 പുറത്തിറങ്ങിയ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ശങ്കർ മലയാളത്തിലും തന്റെ സാന്നിധ്യം അറിയിച്ചു. മോഹൻലാലും മമ്മൂട്ടിക്കുമൊന്നും താരമൂല്യം ഇല്ലാതിരുന്ന കാലത്ത് ശങ്കറായിരുന്നു മലയാളത്തിലെ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലൂടെ മാത്രം ഒരുപാട് ചിത്രങ്ങൾ വിജയം കൈവരിച്ചിരുന്നു. മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട താരജോഡികളായിരുന്നു ശങ്കറും മേനകയും, ശങ്കറും അംബികയും ഒക്കെയുള്ള ആ കോംബോ. അത്തരത്തിൽ ഒരുപാട് ചിത്രങ്ങൾ ആ കാലത്ത് പുറത്തിറങ്ങി. അതിലെല്ലാം ഒരേ തരത്തിലുള്ള ക്യാരക്ടറുകൾ അവതരിപ്പിച്ച് ഒരു ചോക്ലേറ്റ് ഹീറോ ആയി മാറി ശങ്കർ. പിന്നീട് സ്ഥിരം ടൈപ്പ് കഥാപാത്രങ്ങൾ. ഇത്തരത്തിലൂടെയുള്ള ടൈപ്പ് കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ സ്വീകാര്യത ശങ്കറിന് നഷ്ടപ്പെട്ടു. പിന്നീട് സ്ഥിരം ഇത്തരത്തിലുള്ള വേഷങ്ങൾ. സിനിമയിൽ നിന്ന് മമ്മൂട്ടിയും മോഹൻലാലും വ്യത്യസ്ത കഥാപാത്രങ്ങളുടെ താരമൂല്യം ഉയർത്തിയപ്പോൾ ശങ്കർ പടിപടിയായി സിനിമയിൽ നിന്ന് മാറി തുടങ്ങി. സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം US പോവുകയും അവിടെ ബിസിനസ്സൊക്കെ നടത്തി തിരിച്ചു വന്ന് പിന്നീട് സിനിമയിൽ വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിന്റെ താരമൂല്യം ഉയർത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ നായക നടനായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് മാത്രം ഒരുപാട് ചിത്രങ്ങൾ വിജയം കൈവരിച്ച ഒരു കാലമുണ്ടായിരുന്നു. അവസാനം മമ്മൂട്ടിയും മോഹൻലാലും അവരുടെ സിംഹാസനം ഊട്ടി ഉറപ്പിച്ചപ്പോൾ മലയാള സിനിമയിൽ നിന്ന് പതിയെ പതിയെ ശങ്കർ എന്ന നായക നടൻ പുറത്താവുകയായിരുന്നു. ഈ പട്ടികയിലുള്ള രണ്ടാമത്തെ ആൾ റഹ്മാനാണ്. 1983 പത്മരാജൻ രചനയും സംവിധാനവും നിർവഹിച്ച കൂടവിടെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഈ നടന്റെ അരങ്ങേറ്റം. ആകർഷണീയമായ അഭിനയവും സൗന്ദര്യവും അദ്ദേഹത്തെ അന്നത്തെ യുവാക്കളുടെ ഹരമാക്കി മാറ്റി. അനായാസമായ അഭിനയ ശൈലിയും അക്കാലത്തെ റഹ്മാന്റെ ഡാൻസും ഒക്കെ അന്നത്തെ ചെറുപ്പക്കാരെ ആവേശം കൊള്ളിച്ചു. അങ്ങനെ ആരാധികന്മാർ ഒരുപാടുണ്ടായിരുന്ന ഒരു നടനായിരുന്നു റഹ്മാൻ. മമ്മൂട്ടി, മോഹൻലാൽ, ശിവാജി ഗണേശൻ, പ്രേം നസീർ തുടങ്ങി നിരവധി താരങ്ങൾക്കൊപ്പം അദ്ദേഹം മലയാള സിനിമയിൽ അഭിനയിച്ചു. പ്രിയപ്പെട്ട സംവിധായകരായ ഭരതൻ, KS സേതുമാധവൻ, പ്രിയദർശൻ എന്നിവരുടെയൊക്കെ നായകനായി മാറി. പ്രതിഭയ്ക്കൊപ്പം തന്റെ സൗന്ദര്യവും അഭിനയവും കൂടിയായപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ ഒന്നടങ്കം ഉറച്ചു വിശ്വസിച്ചു നാളത്തെ സൂപ്പർ സ്റ്റാർ റഹ്മാനാണെന്ന്. എന്നാൽ അദ്ദേഹം വലിയൊരു ഇടവേള മലയാളത്തിൽ നിന്നെടുത്ത് തമിഴ്, തെലുങ്ക്, കന്നഡ ചിത്രങ്ങളിലേക്ക് മാറിപ്പോവുകയും പിന്നീട് 2004 പുറത്തിറങ്ങിയ മമ്മൂട്ടി രഞ്ജിത്ത് ചിത്രത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ട് തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന്റെ താരമൂല്യം ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. പിന്നീട് മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് ചിത്രമായ രാജമാണിക്യത്തിലും അദ്ദേഹം ഒരു വേഷം ചെയ്തു. മലയാള സിനിമയുടെ മുൻനിര നായകന്മാരുടെ പദവിയിൽ എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന ആ നടൻ പിന്നീട് പല മൾട്ടി സ്റ്റാർ ചിത്രങ്ങളിലും അഭിനയിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ
ആ താരമൂല്യം അല്ലെങ്കിൽ ആ നായക പദവി അദ്ദേഹത്തിന് തിരിച്ചു കൊണ്ടുവരാൻ ഒരിക്കലും കഴിഞ്ഞില്ല. അങ്ങനെ മലയാള സിനിമയിൽ നായക നടനാവും എന്ന് വിചാരിച്ചിരുന്ന റഹ്മാൻ മലയാളത്തിലെ ചെറിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങി. പിന്നീട് അദ്ദേഹം നീണ്ട ഇടവേളയെടുത്ത് മറ്റു ഭാഷകളിലേക്ക് പോയി. ഈ പട്ടികയിൽ മൂന്നാമത്തെ ആളാണ് വിജയകുമാർ. 1992 രഞ്ജി പണിക്കർ തിരക്കഥ എഴുതി ഷാജി കൈലാസ് സംവിധാനം ചെയ്ത തലസ്ഥാനം എന്ന ചിത്രത്തിലൂടെയാണ് വിജയകുമാറിന്റെ അരങ്ങേറ്റം. പിന്നീട് ഉപ്പുകണ്ടം ബ്രദേഴ്സ് അടക്കം നിരവധി ചിത്രങ്ങളിലൂടെ അദ്ദേഹം മലയാള സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവനായി. അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയും പ്രത്യേകമായ ഒരു അഭിനയ രീതിയും അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് വലിയ അംഗീകാരം ലഭിച്ചു. പ്രധാന കഥാപാത്രങ്ങളിലൂടെ വിജയകുമാർ എന്ന യുവനടൻ ഷൈൻ ചെയ്തു തുടങ്ങിയപ്പോൾ മലയാള സിനിമയിലെ വരുംകാല സൂപ്പർ സ്റ്റാർ ഇദ്ദേഹം തന്നെയായിരിക്കുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഒരിടവേളയ്ക്ക് ശേഷം ചെയ്തു വച്ചിരിക്കുന്ന കഥാപാത്രങ്ങളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ലാതെ തുടർച്ചയായി ടൈപ്പ് കഥാപാത്രങ്ങൾ ചെയ്തും നായകനോടൊപ്പം അവസാനം വരെ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ട് നായക നടനെ ചതിക്കുന്ന റോളുകൾ സ്ഥിരമായി ചെയ്തതുകൊണ്ട് സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ ചീറ്റിംഗ് സ്റ്റാർ എന്ന് കളിയാക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. തന്റെ വ്യക്തി ജീവിതത്തിലും അദ്ദേഹത്തിന് ചില കറുത്ത ഏടുകൾ കടന്നു വന്നപ്പോൾ ഒരു കാലത്ത് പ്രേക്ഷകർ അമിത പ്രതീക്ഷ വച്ച് പുലർത്തിയ ഈ താരത്തിന്റെ താരമൂല്യത്തിനും വലിയ ഇടിവുണ്ടായി. എന്നാൽ ചില സ്വഭാവ വേഷങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചു പറ്റുന്ന നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകാൻ അദ്ദേഹം ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സിനിമയിൽ ഇനിയും അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് വി ലവ് സിനിമ ആഗ്രഹിക്കുന്നു. എന്നാൽ വലിയൊരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് മലയാള സിനിമയിലെ പ്രേക്ഷകർ ഒന്നടങ്കം വിചാരിച്ചിരുന്ന വിജയകുമാർ മലയാള സിനിമയിലെ ഒരു സാധാരണ സഹനടനായി ഒതുങ്ങി. മലയാള സിനിമാ പ്രേക്ഷകരും ആരാധകരും സിനിമാ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരും ഒരുപോലെ ആഗ്രഹിച്ച സൂപ്പർ സ്റ്റാർ ആകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു നടനുണ്ട്, ഇന്ദ്രജിത്ത്. അതെ, ഇന്ദ്രജിത്ത് സുകുമാരൻ. 1986 പടയണി എന്ന ചിത്രത്തിൽ ഇദ്ദേഹം ബാലതാരമായി അഭിനയിച്ചു. മല്ലിക സുകുമാരന്റെയും നടൻ സുകുമാരന്റെയും പുത്രൻ. പിന്നീട് മീശമാധവൻ, പട്ടാളം എന്നീ ചിത്രങ്ങളിൽ അഭിനയിക്കുകയും മിഴി രണ്ടിലും എന്ന ചിത്രത്തിൽ നായകനായി വീണ്ടും അഭിനയിക്കുകയും ചെയ്തു. തുടർന്ന് റൺവേ, ചാന്തുപൊട്ട്, അച്ഛനുറങ്ങാത്ത വീട്, ക്ലാസ്മേറ്റ്സ് എന്നീ ചിത്രങ്ങളിൽ വ്യത്യസ്തവും ജനകീയവുമായ വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു പ്രേക്ഷകർക്ക് ഇദ്ദേഹം മലയാള സിനിമയുടെ അടുത്ത സൂപ്പർ സ്റ്റാർ ആവും എന്ന്. ഒട്ടുമിക്ക മലയാള അഭിനേതാക്കളും അണിനിരന്ന 2020 എന്ന മൾട്ടി സ്റ്റാർ ചിത്രത്തിൽ യുവനായകന്മാരിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം നന്നായി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചതോടെ ഇദ്ദേഹം നായക നടനായി വരും എന്ന് പ്രേക്ഷകർ ഉറച്ച് വിശ്വസിച്ചു. എന്നാൽ ഇന്ദ്രജിത്ത് തുടർന്ന് അഭിനയിച്ച നിരവധി ചിത്രങ്ങൾ തിയേറ്ററിൽ വിജയം നേടിയെങ്കിലും അദ്ദേഹം മൾട്ടി സ്റ്റാർ ചിത്രങ്ങൾ മാത്രമാണ് അഭിനയിച്ച് വിജയിപ്പിക്കാൻ സാധിച്ചത്. ഇൻഡിവിജ്വലായി ഒരു ചിത്രം പോലും വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. എന്നാൽ ഇനിയും അദ്ദേഹത്തിന് വലിയൊരു കരിയറുണ്ട്. അദ്ദേഹത്തിന്റെ കഴിവിനും പ്രയത്നങ്ങൾക്കും അനുസരിച്ചുള്ള കഥാപാത്രങ്ങൾ ലഭിക്കട്ടെ എന്നും താരമൂല്യം ഉയർത്തിക്കൊണ്ട് മലയാള നായക നടന്മാർ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാറുകളുടെ പദവിയിൽ അദ്ദേഹം എത്തട്ടെ എന്ന് വി ലവ് സിനിമ ആശംസിക്കുന്നു. നായക നടനായി വന്ന് സൂപ്പർ സ്റ്റാർ പദവിയിലെത്തും എന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന അഞ്ചാമത്തെ നടനാണ് ഈ പട്ടികയിൽ ഞങ്ങൾ പറയുന്ന അനൂപ് മേനോൻ. മലയാള സിനിമയിൽ എത്തുന്നതിന് മുൻപ് സീരിയലുകളിലൂടെ അദ്ദേഹം മലയാളികൾക്ക് സുപരിചിതനായിരുന്നു. 2002 വിനയൻ സംവിധാനം ചെയ്ത കാട്ടുചെമ്പകം എന്ന ചിത്രത്തിലൂടെയാണ് അനൂപ് മേനോൻ മലയാള സിനിമയിലേക്ക് കടന്നു വന്നത്. തുടർന്ന് വലുതും ചെറുതുമായ നിരവധി കഥാപാത്രങ്ങൾക്ക് അദ്ദേഹം ജീവൻ നൽകി. 2008 രഞ്ജിത്ത് സംവിധാനം ചെയ്ത തിരക്കഥ എന്ന ചിത്രത്തിലൂടെ ഏറ്റവും നല്ല രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം അനൂപ് മേനോന് ലഭിച്ചു. പ്രേക്ഷകർ വിധിയെഴുതി മലയാളത്തിലെ നാളത്തെ സൂപ്പർ സ്റ്റാർ ഇദ്ദേഹം തന്നെ ആയിരിക്കും എന്ന്. പ്രത്യേക അഭിനയ ശൈലിയും ആകാരഭംഗിയും ഒരു നായക നടന് ചേർന്ന സൗന്ദര്യവും ഒക്കെ ചേർന്നപ്പോൾ നാളത്തെ സൂപ്പർ സ്റ്റാർ ഉറപ്പായും അനൂപ് മേനോൻ തന്നെ ആയിരിക്കുമെന്ന് പ്രേക്ഷകർ വിധിയെഴുതി. എന്നാൽ അനൂപ് മേനോന്റെ ചിത്രങ്ങൾ തുടർച്ചയായി പരാജയം രുചിച്ചു. കഥാപാത്രങ്ങളിൽ വ്യത്യസ്തത കൊണ്ടുവരാൻ കഴിയാത്തതായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമകളുടെ പരാജയത്തിന് കാരണം. 2014 വിക്രമാദിത്യൻ എന്ന ദുൽഖർ ഉണ്ണിമുകുന്ദൻ ചിത്രത്തിലും 1983 എന്ന ചിത്രത്തിലും പ്രധാനപ്പെട്ട രണ്ട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച്
അദ്ദേഹം ഒരു തിരിച്ചുവരവ് നടത്തിയെങ്കിലും എന്നാൽ 2015 മുതൽ അദ്ദേഹം അഭിനയിച്ച ചിത്രങ്ങൾ തുടർച്ചയായി പരാജയത്തിന്റെ രുചിയറിഞ്ഞു. ഷീ ടാക്സി, ലാവൻഡർ, തിങ്കൾ മുതൽ വെള്ളി വരെ, കനൽ, ഫീമെയിൽ ഉണ്ണികൃഷ്ണൻ, 10 കൽപ്പനകൾ, മാൽഗുഡി ഡേയ്സ്, കുട്ടികളുണ്ട് സൂക്ഷിക്കുക, സർവോപരി പാലാക്കാരൻ, ചാണക്യതന്ത്രം, ബിടെക്, എന്റെ മെഴുതിരി അത്താഴങ്ങൾ, നീലി, കമല, ഗാനഗന്ധർവൻ, അങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ. ഇത് മൂലം അദ്ദേഹത്തിന്റെ താരമൂല്യം കുത്തനെ ഇടിഞ്ഞു. സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിലെ പിഴവായിരുന്നു അദ്ദേഹത്തിന്റെ സിനിമയുടെ പരാജയത്തിന്റെ മുഖ്യ കാരണം. എന്നാൽ അഭിനേതാവ്, തിരക്കഥാകൃത്ത്, സംവിധായകൻ എന്നീ നിലകളിലൊക്കെ എപ്പോഴും ശോഭിക്കാൻ കഴിയുന്ന അദ്ദേഹം എത്രയും പെട്ടെന്ന് ഒരു നായക നടനായി തിരിച്ചു വരട്ടെ, എല്ലാ മേഖലകളിലും ശോഭിക്കട്ടെ, അദ്ദേഹത്തിന് അതിനുവേണ്ടി എല്ലാ കഴിവുകളും ഉണ്ടാകട്ടെ എന്ന് ബിലവ് സിനിമ ആത്മാർത്ഥമായി ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.